അജിത് പവാറിന്റെ വിമാനാപകടം വളരെയധികം ദാരുണമായിരുന്നു. വളരെ ദുഃഖമാണ് രാജ്യത്തുള്ള എല്ലാ രാഷ്ട്രീയക്കാരും അജിത് പവാറിന്റെ നിര്യാണത്തിൽ പ്രകടിപ്പിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, രാജ്യത്തിന്റെ പ്രസിഡന്റായിട്ടുള്ള ദ്രൗപദി മുർമു, ഉപരാഷ്ട്രപതി എല്ലാവരും അജിത് പവാറിന്റെ മരണത്തിൽ വലിയ രീതിയിലുള്ള ദുഃഖം പ്രകടിപ്പിച്ചു. ഇപ്പോഴിതാ ഒരു വാർത്ത വരുന്നത് മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രിയായിട്ടുള്ള പവാറിന്റെ മറ്റ് 4 പേരുടെ മരണത്തിന് കാരണമായ വിമാനാപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുന്നത് അത്യന്തം ഭയാനകരമാണ് എന്നുള്ള രീതിയിലാണ്. രണ്ടാമത്തെ ലാൻഡിംഗ് ശ്രമത്തിനിടെ വിമാനത്തിന്റെ ഇടത് ചിറക് പെട്ടെന്ന് താഴേക്ക് വളയുകയും വിമാനം ഒരു വശത്തേക്ക് ചരിഞ്ഞ് തീഗോളമായി മാറുകയും ചെയ്യുന്നത് വീഡിയോയിൽ കാണാം. വിദഗ്ധരുടെ അഭിപ്രായത്തിൽ ഈ രംഗം 3 സാധ്യതകളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. അതിലൊന്ന് എയറോ ഡൈനാമിക് സ്റ്റാൾ എന്ന് പറഞ്ഞ ഒരു അവസ്ഥയാണ്. വീഡിയോയിൽ വിമാനം പെട്ടെന്ന് ഒരു വശത്തേക്ക് തിരിയുന്നത് ഒരു അസിമെട്രിക് എയറോ ഡൈനാമിക് സ്റ്റാളിന്റെ സൂചനയായിരിക്കാം. വിമാനത്തിന്റെ വേഗത വളരെ കുറയുമ്പോഴോ അതിന്റെ ആംഗിൾ വളരെയധികം വർദ്ധിക്കുമ്പോഴോ ചിറകുകൾ വായുവിലൂടെ മുറിക്കുന്നത് നിർത്തുകയും ലിഫ്റ്റ് നഷ്ടപ്പെടുകയും ചെയ്യുന്നു. ലിയർജെറ്റ് 45 പോലുള്ള വിമാനങ്ങളുടെ എഞ്ചിനുകളിൽ വാലിൽ സ്ഥിതി ചെയ്യുന്നു. കുറഞ്ഞ വേഗതയിൽ തിരിയുമ്പോൾ ചിറകുകളിൽ ഒന്നിന് ലിഫ്റ്റ് നഷ്ടപ്പെട്ടേക്കാമെന്നും ഇത് വിമാനത്തിന്റെ നിയന്ത്രണം വിട്ട് കുത്തനെ താഴേക്ക് വിടാൻ കാരണമായേക്കാമെന്നും വിദഗ്ധർ വിശ്വസിക്കുന്നു. രണ്ടാമത്തേത് എഞ്ചിൻ തകരാറാണ്. മറ്റൊരു സിദ്ധാന്തം ലാൻഡിങ്ങിന് തൊട്ടു മുമ്പ് ഒരു എഞ്ചിൻ തകരാറിലായി എന്നുള്ളതാണ്. വ്യോമയാന വിദഗ്ധർ മാർക്ക് മാർട്ടിന്റെ അഭിപ്രായത്തിൽ ഒരു എഞ്ചിൻ തകരാറിലാകുമ്പോൾ മറ്റേ എഞ്ചിന്റെ പൂർണ്ണശക്തി വിമാനത്തെ ഒരു വശത്തേക്ക് വലിച്ചിടുകയും അത് അസന്തുലിതാവസ്ഥ സൃഷ്ടിക്കുകയും ചെയ്യും. എന്നിരുന്നാലും ലാൻഡിംഗ് ക്ലിയറൻസിനും ക്രാഷിനും ഇടയിലുള്ള 60 സെക്കൻഡിനുള്ളിൽ പൈലറ്റിൽ നിന്ന് മെയ്ഡേ കോൾ രേഖപ്പെടുത്തിയില്ല എന്നുള്ളതും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്നുള്ളതാണ്. ഇനി അടുത്തൊരു സംഭവം, അവസാന നിമിഷം മൂർച്ചയുള്ള ഒരു തിരിവ് വന്നു എന്നുള്ളതാണ്. മൂന്നാമത്തെ സംശയം, മോശം ദൃശ്യപരതയും സൂര്യപ്രകാശവും കാരണം പൈലറ്റ് വളരെ വൈകിയാണ് റൺവേ കണ്ടതെന്ന് കരുതുക. വിമാനം നേരെ റൺവേയിലേക്ക് കൊണ്ടുവരാൻ അവസാന നിമിഷം നടത്തിയ മൂർച്ചയുള്ള വളവ് മരണകാരണമായി മാറിയേക്കാം എന്നുള്ളതാണ്. എന്തായാലും ബാരാമതി വിമാനത്താവളത്തിന്റെ അടിസ്ഥാന സൗകര്യങ്ങളെക്കുറിച്ചും ഈ അപകടം ഗുരുതരമായിട്ടുള്ള ചോദ്യങ്ങൾ ഉയർത്തിവിട്ടിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ന്യൂസ് ഡെസ്ക് മലയാളം.